തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി അഷ്കറിനെതിരെ സമഗ്ര അന്വേഷണമുണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങളുണ്ടാകും. മെഡിക്കൽ കോളേജ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിനയെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. 24 എൻകൗണ്ടറിൽ മന്ത്രി ആമിനയെ നേരിട്ട് കാണുമെന്ന് ഇന്നലെ ഉറപ്പു നൽകിയിരുന്നു. മുഖ്യപ്രതി അഷ്കറിന്റെ ആദ്യ ഭാര്യയായ ആമിന നേരിടേണ്ടി വന്ന ശാരീരിക പീഡനം, ചിറയൻകീഴ് സ്വദേശിയായ യുവതിയുടെ മരണം തുടങ്ങിയ ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണമുണ്ടാകുമെന്നാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ഉറപ്പ്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ഇടപെടൽ നടത്തും. സർക്കാർ ആമിനയ്ക്കും കുടുംബത്തിനുമൊപ്പമെന്നും പ്രതികരണം. ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങളോട് മക്കൾ ധൈര്യമായിട്ട് മെഡിക്കേറ്റ് ഇരുന്ന് മരുന്നും കഴിച്ച് ഇരുന്ന് പെട്ടെന്ന് പഴയ പോലെ നമുക്ക് ഓടി നടക്കണ്ടേ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇനി ഈ വ്യക്തിയാണ് അതാണ് പ്രധാനം. വരാൻ പാടില്ല. കാരണം പിഞ്ചു കുഞ്ഞിനോട് ഭർതൃഗൃഹത്തിലെ പീഡനത്തെക്കുറിച്ച് 6 കേസ് പരാതികൾ ആവർത്തിച്ച് കൊടുത്തിട്ടും കേസെടുത്തില്ല എന്ന് പറയുന്ന പോലീസിന്റെ നിഷ്ക്രിയത്തെ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പോലും ആകാത്തതാണ്. ആ കുട്ടിയുടെ രംഗം കണ്ടാൽ നമുക്ക് സഹിക്കാനാവുന്നില്ല. അതിൻ്റെ ചികിത്സയും മറ്റു കാര്യങ്ങളും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ആലോചിച്ച് ഒപ്പം വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയും കൂടി നേതൃത്വത്തിൽ കാര്യങ്ങൾ ചെയ്ത് അത് സർക്കാരുമായിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ച് അത്തരത്തിൽ കാര്യങ്ങൾ നടത്തും. സർക്കാരിന്റെ ഇടപെടലിൽ ആമിനയുടെ കുടുംബത്തിന് തൃപ്തിയുണ്ട്. മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായം ആവശ്യമെന്നും പിതാവ് ഷെരീഫ് പറയുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചായിരുന്നു സാറിനെ, എന്റെ മോളെ. അവർ 3 പേരും കൂടി മെഡിക്കൽ കോളേജിലെ റീഹാബിലിറ്റേഷൻ സെന്ററിലെത്തിയാണ് ആമിനയെ ബിന്ദു കൃഷ്ണ കണ്ടത്. പിന്നാലെ മരിച്ച 1.5 വയസ്സുകാരന്റെ അമ്മൂമ്മയും പിതാവിന്റെ വീട്ടിലും മന്ത്രി സന്ദർശനം നടത്തി. പിതാവിന്റെ വീട്ടിലാണ് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.